ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായതിന് പിന്നാലെ ഗുണ്ടകൾക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ആരംഭിച്ചതായും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗുണ്ടകൾക്കും അവർക്ക് സംരക്ഷണം നൽകുന്നവർക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. അറസ്റ്റ് ഭയന്ന് പോലീസിനെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ അർജുൻ ആയങ്കിയെ വലയിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ നീക്കങ്ങളാണ് നടത്തിയത്. കേസിൽ പേരുയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ ഒളിവിൽ പോയ അർജുൻ പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തുടർച്ചയായി ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. ആദ്യം തളിപ്പറമ്പിലെ സ്വകാര്യ ലോഡ്ജിലായിരുന്നു ഇയാൾ അഭയം പ്രാപിച്ചത്. എന്നാൽ സൈബർ സെല്ലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹായത്തോടെ ഇയാളുടെ സാന്നിധ്യം എവിടെയുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഒളിത്താവളം പോലീസ് മനസ്സിലാക്കിയെന്ന് വ്യക്തമായതോടെ തളിപ്പറമ്പിൽ നിന്നും തന്ത്രപരമായി രക്ഷപ്പെട്ട് അയാൾ പയ്യന്നൂരിലേക്ക് കടന്നു. പോലീസിനെ കുഴയ്ക്കാൻ കണ്ണൂരിലെ വിവിധ ഭാഗങ്ങളിലും സുഹൃത്തുക്കളുടെ താവളങ്ങളിലുമായി മാറി മാറി കഴിയുകയായിരുന്നു. ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് ഇയാൾക്ക് സംരക്ഷണം നൽകുന്നുവെന്ന് സംശയിച്ച പ്രാദേശിക നേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ റെയ്ഡുകൾ നടത്തി. പോലീസിന്റെ വല മുറുകുന്നുവെന്നും കൂടുതൽ നാൾ ഒളിവിൽ കഴിയില്ലെന്നും വ്യക്തമായതോടെ നിയമപരമായ വഴിയിലൂടെ കീഴടങ്ങാനുള്ള ശ്രമങ്ങളിലേക്ക് അർജുൻ ആയങ്കി കടന്നു. ഇതിനായി കണ്ണൂരിലുള്ള ഒരു അഭിഭാഷകയുടെ ഫ്ളാറ്റിലെത്തിയ ഇയാൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ കീഴടങ്ങാനുള്ള അവസാനവട്ട ആലോചനകൾ നടത്തുകയായിരുന്നു. എന്നാൽ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്ന പോലീസ് സംഘം ഈ വിവരമറിഞ്ഞ് ഫ്ളാറ്റ് വളഞ്ഞു. തുടർന്ന് അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ വെച്ച് അർജുൻ ആയങ്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു. താൻ കീഴടങ്ങാൻ എത്തിയതാണെന്ന് അർജുനും അഭിഭാഷകയും അവകാശപ്പെട്ടെങ്കിലും പോലീസ് ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ ആയങ്കി പിടിയിലായതോടെ ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തവർക്കെതിരെയും കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ജനങ്ങളെയും നിയമത്തെയും വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്ക് കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്നും കേരളം സമാധാനം ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ നാടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഏതൊരു ഗുണ്ടയ്ക്കും ഇതാകും അന്തിമ അനുഭവമെന്നും കുറ്റവാളികളെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന ഓണക്കാലം മുൻനിർത്തി സംസ്ഥാനത്തുടനീളം ഗുണ്ടാവിരുദ്ധ വേട്ട കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഇതിനായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും റൌഡി ഗുണ്ട ലിസ്റ്റുകൾ കേന്ദ്രീകരിച്ച് അടിയന്തര നിരീക്ഷണവും മിന്നൽ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ തണലിലോ ഉയർന്ന വ്യക്തിബന്ധങ്ങളോ ഉണ്ടെന്ന് പറഞ്ഞാലും കുറ്റവാളികൾക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും കേരളം ഗുണ്ടകളുടെ പറദീസയല്ലെന്നും ആഭ്യന്തരമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. അർജുൻ ആയങ്കിയുടെ അറസ്റ്റിന് പിന്നാലെ ക്രിമിനൽ സംഘങ്ങൾക്കും അവർ നിഴലായി പ്രവർത്തിക്കുന്ന തണൽ ശക്തികൾക്കുമെതിരെ നടപടികൾ കടുപ്പിക്കാനാണ് സർക്കാരിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും അടിയന്തര തീരുമാനം. കൊട്ടേഷൻ മാഫിയകളെ അടിച്ചമർത്തുന്നതിനും അവർക്ക് സംരക്ഷണം ഒരുക്കുന്നവരെ ചങ്ങലക്കിടുന്നതിനുമായി പോലീസ് ആസൂത്രണം ചെയ്തിരിക്കുന്ന കർശന നടപടികളുടെ വിവരങ്ങൾ നോക്കിയാൽ അർജുൻ ആയങ്കിയെ പോലെയുള്ള കുറ്റവാളികളെ മാത്രമല്ല ഇവർക്ക് താവളമൊരുക്കുകയും സാമ്പത്തിക സോഷ്യൽ മീഡിയ സഹായങ്ങൾ ചെയ്യുന്ന ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും സജീവ കൊട്ടേഷൻ ലഹരി ശൃംഖലകൾക്കെതിരെ പ്രത്യേക പരിശോധനകളും റെയ്ഡുകളും വ്യാപിപ്പിക്കും. അർജുൻ ആയങ്കിയെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി ക്രിമിനലുകളെ പോറ്റി വളർത്തുന്നവർ ആരായാലും അവർക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഒളിവിലിരിക്കുമ്പോൾ വ്യാജ ഐഡന്റിറ്റികളിലൂടെയും സുഹൃത്തുക്കൾ വഴിയും സോഷ്യൽ മീഡിയ പ്രചരണം നടത്തിയവർക്കെതിരെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രത്യേക അന്വേഷണം നടക്കുകയാണ്. നാട്ടിൽ ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ അടിച്ചമർത്തുമെന്ന ശക്തമായ സന്ദേശമാണ് ആഭ്യന്തര വകുപ്പ് നൽകുന്നത്. അർജുൻ ആയങ്കിയുടെ ചോദ്യം ചെയ്യലിലൂടെയും തുടർന്നുള്ള പോലീസിന്റെ ഗുണ്ടാവിരുദ്ധ വേട്ടയിലൂടെയും കൂടുതൽ ക്രിമിനൽ കണ്ണികൾ വലയിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.